അയ്യ നല്ല ചിരി. ഇന്നലെ പള്ളിയിൽ നിന്ന് റാസ് ഇറങ്ങിയപ്പോ മുതൽ തന്നെ നോക്കിട്ടതാ. എടോ, പള്ളിയിൽ നിന്ന് റാസ് ഇറങ്ങിയപ്പോ റാസയുടെ പാട്ടിന് പകരം മന്മഥ റാസ എന്ന് പറയുന്ന പാട്ടിട്ടത് എന്തിനാണോ? അയ്യോ അച്ഛാ, എന്താ കുഴപ്പമില്ല. പിന്നെ ഇന്നലെ പള്ളിയിൽ നിന്ന് റാസ ഇറങ്ങിയപ്പോ മൈക്ക് സെറ്റുകാരൻ മന്മഥോട് ഞാൻ പറഞ്ഞു മന്മഥ റാസപ്പാട്ടിലാണ്. ആ പൊട്ടം കേട്ടത് മന്മഥ റാസ എന്നുള്ള പാട്ടിലാണ്. പിന്നെ ഈ വരുന്ന ക്രിസ്മസിന് പുൽക്കൂടിന്റെ പണി ഞാൻ തലയിലിരിക്കുകയാണ്. ഒരു കാരണവശാലും നടത്തില്ല. കഴിഞ്ഞ കൊല്ലം പുൽക്കൂടിന്റെ പണി തന്നെ ഏൽപ്പിച്ചിട്ടേ പുൽക്കൂടിന്റെ കാശ് അടിച്ചു മാറ്റി ആ വീട്ടിൽ ഒരു ആട്ടിൻകൂട് കൊടുത്തില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത് ആരും പറയണ്ട, എല്ലാം മുകളിലെടുക്കാൻ കണ്ടോണ്ടിരിക്കുവല്ലേ. ആര് ഭർത്താവോ? അല്ല, CCTV. സ്റ്റേഷനിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പോലീസ് ഇപ്പോ വരും. ഓഹോ, അപ്പൊ അതാണ് അച്ഛന്റെ തീരുമാനം. ശരിയാക്കി തരാം. എഴുത്താനവണി കാണിക്കരുത്. കർത്താവിനെ ഓർത്ത് ഞാൻ പറയുക, ഞാനിവിടെ അച്ഛനും അങ്ങ് അപ്പ്യാരുവാ. കയ്യോട്ടം കാണിക്കരുത്. കാണിച്ചു പോയി, ഇനി ആവർത്തിക്കുന്നില്ല. ദൈവത്തെ അച്ഛൻ പോലീസിനെ വിളിക്കരുത്. കൊള്ളാം. എടോ, ആ പ്രസിഡന്റ് ഞാൻ അറിഞ്ഞാണല്ലോ, മാനക്കല്ലേ. പറഞ്ഞ പോലെ ഈ വർഷത്തെ പെരുന്നാൾ നടത്തുന്ന ആരാച്ചോ? ക്ലിന്റൺ ജോയ്. ക്ലിന്റൺ ജോയിയോ? ക്ലിന്റൺ ജോയ് അല്ലടോ, ക്ലിന്റൺ ജോയ്. അമേരിക്കയിലെ വലിയ കോടീശ്വരനാ. നമസ്കാരം, ഞാൻ ഇവിടുത്തെ ഇടവകകാരി ഫാദർ ബെഞ്ചമിൻ. ബെഞ്ചമിനല്ല, ഫാദർ ബെഞ്ചമിൻ. ഞാൻ ആ സ്റ്റേഷനിലോട്ട് വിളിച്ചത് ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. അയ്യോ, ഞാൻ സ്റ്റേഷനിലല്ല, സ്റ്റേജിൽ നിന്നാ. സ്റ്റേജിൽ നിന്നോ? നാടൻ കളിക്കാമെന്ന് ആർട്ടിസ്റ്റാ നിറകുടം തുളസി. നിറകുടം തുളുമ്പിന്നല്ല, നിറകുടം തുളസി. നാടകത്തിൽ മാത്രമല്ല, പുതിയ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്. അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ ഒരു വഴിയാ. ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കി. ആണോ? ഈ ഓക്കെ ആക്കിയ ടേക്കിന് മുമ്പ് എത്ര ടേക്ക് ഉണ്ടായിരുന്നു? 135. പിന്നെ പ്രസിഡന്റ് അമേരിക്കക്കാരൻ. ഇവിടുത്തെ പോലെ അമേരിക്കയിൽ ഒരു പെരുന്നാൾ നടത്താനുള്ള പ്ലാനിലാ പുള്ളി. അതുകൊണ്ട് നന്നായിട്ട് നാടകം കളിച്ചാൽ കർത്താവിന്റെ കൃപ കൊണ്ട് അമേരിക്കയിലൊക്കെ പുള്ളി ചിലപ്പോ കൊണ്ടുപോയിരിക്കും. ബാക്കിയുള്ള പിള്ളേരോട് കൂടി ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. പിന്നെ തുളസി വേണം, എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. നമ്മൾ നോട്ട് ചെയ്തു. വേണ്ട മോനെ, വാട്സപ്പ് നമ്പർ മേടിക്കാനുള്ള പുള്ളിയുടെ പരിപാടിയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനോട് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇത് അച്ഛന്റെ ലോകമല്ല ഇരുന്നത്. അവിടെ മേക്കപ്പെട്ടിയുണ്ട്, അവിടെ കൊണ്ടുവരും. അവിടെ ഇട്ടാലും അത് ഇവിടെ തന്നെ അല്ലേ വന്ന് ചേരുന്നത്. മാധ്യമത്തിൽ തന്നെ കുഞ്ഞു വരാൻ ധൈര്യം വന്നാ സത്യം പറയാലോ, ധൈര്യമേ ഇല്ലായിരുന്നു. ആ ധൈര്യം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അന്ന് മേടിച്ചത്. അപ്പൊ ധൈര്യം കിട്ടി ഞാൻ അച്ഛന്റെ ധൈര്യം. മോനെ രാജ, പറഞ്ഞോണി അച്ഛ. മോന്റെ ശ്വാസത്തിൽ വരെ മദ്യത്തിന്റെ മണവാ. ശ്വാസത്തിന് മദ്യത്തിന്റെ മണം ഉണ്ടെങ്കിലേ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടത്തില്ല. അച്ഛോ, ഈ ശ്വാസം ഇല്ലാതാവുമ്പോഴല്ലേ മരിച്ചു പോകുന്നത്. പിന്നെ മരിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. താൻ നല്ലൊരു ആനപ്പാപ്പാണല്ലേ. 24 മണിക്കൂർ താൻ ഈ വെള്ളം അടിച്ച് നടന്നാൽ തന്റെ ആനയെ ആര് നോക്കും? ഇൻ കേസ് ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ ആനയെ കാണാതിരിക്കാൻ എന്റെ ആന കുഴിയാനയല്ല, കൊമ്പൻ, കൊമ്പൻ, ഹരിക്കൊമ്പൻ. അയ്യോ, തമിഴ്നാട്ടിൽ കൊണ്ടുവിട്ട ആനയോ? ആനയല്ല, പിന്നെ ഹരിക്കൊമ്പനെന്ന് പറഞ്ഞോ? ഈ കൊമ്പനെ കൊണ്ട് നടന്ന് കിട്ടുന്ന കാശിനാണ് ഞാൻ അനുവദിക്കുന്നത്. അപ്പൊ ഇവനല്ലേ ഹരിക്കൊമ്പൻ. അച്ചാച്ചനോ? ചെറിയ മോനെ രാജ, ഞാൻ പഠിക്കാൻ വിട്ടപ്പോ ഉറക്കളച്ച് കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് നല്ല ജോലി കിട്ടത്തില്ലായിരുന്നോ? ഉറക്കൊഴിച്ച് പഠിച്ചുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത്. അങ്ങനെ പരീക്ഷയുടെ പല ദിവസം ഞാൻ ഉറക്കൊഴിഞ്ഞ് പഠിച്ചിട്ടാ. എന്നിട്ട് പക്ഷെ പരീക്ഷ ടൈമില് ഞാൻ കൂട്ടം വിളിച്ച് കിടന്നുറങ്ങിപ്പോയി. ഓടാൻ പോയിട്ട് നടക്കാൻ പോലും പറ്റില്ല പെണ്ണേ. അതൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ആനയെ കൊണ്ട് പുറത്തേക്കൂടെ നടക്കുമ്പോ ആളുകൾ ആനയെ സ്നേഹത്തോടെ നോക്കുമ്പോ ആ പാനയെ എനിക്കൊരു സന്തോഷമല്ലേ. ആനയെ കൊണ്ട് മാത്രമല്ല,
സ്നേഹത്തോട് നോക്കിക്കഴിഞ്ഞാൽ എന്റെ ആന അവർക്ക് തുമ്പിക്കൈ കൊണ്ട് ചാട്ട കൊടുക്കും. പക്ഷെ ഇവളായിരുന്നു സ്നേഹത്തോടെ നോക്കിയാൽ ഇവിടെ എനിക്ക് ചാട്ട തരും. അച്ഛൻ അറിയോ, ആനയുടെ കാര്യം നോക്കാൻ ഞാൻ വലിയ മിടുക്ക, പക്ഷെ വീട്ടിലെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമില്ല. അങ്ങനെ പറയില്ല കുഞ്ഞോണി. ഉത്തരവാദിത്തമില്ലാത്തതുകൊണ്ടാണോ വീട്ടിൽ സാധനം മേടിക്കാൻ ലിസ്റ്റ് കൊണ്ട് ഞാൻ നടക്കുന്നത്? ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞു. ആ ലിസ്റ്റ് ഞാൻ നോക്കട്ടെ. ഇതിൽ ഒരുപാട് സാധനമുണ്ടല്ലോ. പൈനാപ്പിൾ 5 കിലോ, ശർക്കര 10 കിലോ, കലം, ബാറ്ററി, ട്യൂബ്. അച്ഛോ, ഇത് വീട്ടുസാധനമുള്ള ലിസ്റ്റ് അല്ല, വാട്ടുസാധനമുള്ള ലിസ്റ്റാ. എന്തിനാ ഒരു സാധനം കിട്ടാൻ പറഞ്ഞു താതിരിപ്പൂ. അതാണ് ഇതിന്റെ മെയിൻ. കല്യാണത്തിന് മുമ്പ് എന്റെ പിറകെ ഒരു ചെറുപ്പക്കാരൻ നടന്നതാ. ലൈൻമാൻ, പോസ്റ്റ്മാൻ, ഡോക്ടർ, എഞ്ചിനീയർ, അവരാരെയും കെട്ടിയാൽ മതിയായിരുന്നു. എന്റെ പെണ്ണകട്ടെ, അപ്പൊ ഞാൻ വെയിറ്റ് ഷർട്ടാണ് ബെഡ്റൂം ആക്കിയത്. എന്നെ വർത്താനാണ് ഈ പറയുന്നത്. എടാ, ഭാര്യ എന്ന് പറയുന്നത് ഭർത്താക്കന്മാരുടെ കിരീടമാണ്. അതുകൊണ്ടായിരിക്കും ഭാര്യമാര് ഭർത്താക്കന്മാരുടെ തലയിൽ കയറി നിരങ്ങുന്നത്. എടാ, ഈ കല്യാണം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് എനിക്കറിയാം. കല്യാണം എന്ന് പറയുന്നത് പബ്ലിക് ടോയ്ലറ്റ് പോലെയാണ്. മനസ്സിലായില്ല? പുറത്ത് നിൽക്കുന്നവന് എങ്ങനെയെങ്കിലും ഉണ്ടി തള്ളി അകത്ത് കയറിയാൽ മതിയെന്ന, പക്ഷെ അകത്തിരിക്കുന്നവൻ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി രക്ഷപ്പെട്ടാൽ മതിയെന്ന. ഇതൊന്നും അല്ല അച്ഛോ, ഇയാള് സോഷ്യൽ മീഡിയ കൂടെ വരെ എന്നെ കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ പറയില്ലേ മോളെ. ഞാനൊരു പുതിയ മൂക്കുത്തി മേടിച്ചിട്ടപ്പോ എന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഞാൻ എന്റെ ഏതെന്ന് ചോദിച്ചേ. എന്നതാണ് എഴുതിയേ? ഈ മുക്കുത്തി എങ്ങനെയുണ്ട്? പക്ഷെ എല്ലാരും വായിച്ചതേ ഈ മുതുക്കി എങ്ങനെയുണ്ടെന്നാ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉറപ്പുവഴി പഠിച്ചതിന്റെ പ്രശ്നമാണ്. എന്തായാലും നാട്ടുകാർക്ക് കാര്യം പിടികിട്ടി. ഇന്ന് ഞാൻ ഒന്ന് നിർത്തിക്കേ. എടാ, ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാന്ന്. എന്റെ പൊന്നു കൊച്ചു, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഇതിന്റെ കാര്യം കത്ത് നോക്കുന്നത്. പേരെ വെളിച്ചെണ്ണ തിളക്കാൻ മുമ്പ് കട കൂട്ടിക്കല്ലേ. എന്റെ കപ്പേരി രണ്ടെണ്ണം കൂടി പെരുന്നാൾ നടന്നപ്പോ ഇപ്പൊ എല്ലാം ചെയ്യും. ഒന്നും ചെയ്യണ്ട, അവ അടക്കാൻ വേണ്ടി നാടൻ മാറ്റിട്ടാ മതി. കൊടുക്കോ നാടൻ പാട്ട് കേട്ടാ അവളെ തുള്ളു. അങ്ങനെയാണ് ഞാൻ അവളുടെ തല്ലിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഈ എനിക്ക് റെസ്റ്റായി. അച്ഛോ, ഞങ്ങളെപ്പോഴുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഒരു സേഫ്റ്റി ഇല്ലല്ലോ ഇവിടെ. ഞങ്ങൾ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ഡ്രസ് വാങ്ങുന്നത് ആരും ഒഴിഞ്ഞു നോക്കി. എങ്കിലത് ഈ കപ്പയായി തന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നതാണെന്ന്. അപ്പൊ ഇത് നോക്കി താനായിരിക്കും പോലീസുകാരികൾ നേരിയുള്ള നിന്റെ അതിക്രമം. എടാ, തല്ലല്ലേ, ഒറിജിനൽ പോലീസുകാരി അല്ല, നാടകളിയ തുളസി. ഇതിന്റെ പഴയ ഒരു കളിക്കൂട്ടുകാരിയാണ്. പേര് നിറോടും തുളസി. ഇതാണ് എന്റെ ഭാര്യ. എന്താ രാജേട്ട ഭാര്യയുടെ പേര്? ഈ വിളി കേൾക്കുമ്പോഴാ കഴിയുന്നോന്ന് നോക്കിക്കാണെ പേരൊന്നും വിളി. എന്നാ നീ പറയണ്ട, ഞാൻ പറയാം. പൊന്നു, അല്ല ചക്കര, വാവ, കരിപ്പിന്റെ കാന്താരി. എനിക്ക് കഴിപ്പോന്നാണല്ലോ കാന്താരി പൊട്ടിച്ച പണി തരും. പേര് വേണം. സത്യം പറഞ്ഞാൽ പഠിച്ചതിന്റെ പിടുത്തത്തിൽ ഇവളുടെ പേര് മറന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ പൊന്നെ തേനെ പാലിനെ കുറിച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. ഇത്രയും കാലം കൂടെ കഴിഞ്ഞ ഭാര്യയായി എന്റെ പേരിൽ ഓർമ്മയില്ല, ഇവിടെ പേരിൽ ഓർമ്മയില്ലേ? അതെ, നിർബന്ധിച്ച് കാണിക്കുന്ന അവാർഡ് പടത്തിന്റെ കഥ ചിലപ്പോ നമ്മൾ മറന്നുപോയേക്കാം. പക്ഷെ ഇഷ്ടത്തോടെ കാണുന്ന എല്ലാ ചെരുവിയുമുള്ള പ്രിയദർശന്റെ പടം നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. പ്രിയദർശന്റെ പടം മാത്രമല്ലോ, നല്ല ആക്ഷൻ പടം ആരും ഓർക്കത്തില്ല. എടോ, കപ്പ്യാരെ നമുക്ക് പിടിച്ചു വന്നോ. എന്റെ അച്ഛൻ ഇത് പിടിക്കാതെ നിൽക്കത്തില്ല. അതിന് ഇത് നല്ല വഴി. അച്ഛോ, പാല് താഴെത്തി. അടി പോയോ? ഞാൻ മുക്കി കിട്ടിയതാണല്ലോ. അയ്യോ, അച്ഛന്റെ പാലല്ല, ആ പാല് സെറ്റുകാർ താഴെ എത്തിയെന്ന്. അതായിരുന്നോ? ഞാനൊക്കെ പേടിച്ചു പോയി. ഒരു കാര്യം ചെയ്യും, നേരെ കളയാൻ അവരോട് തുടങ്ങാൻ കേട്ടോ.
പോയി സ്തുതിയായിരിക്കട്ടെ. എന്നാ ചോദിക്കട്ടെ ഇതൊക്കെ? ഇത്രയും കാലം അമേരിക്കയിലായിരുന്നോ? ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോ നൊസ്റ്റാൾജിയ അടിച്ചതാ. അല്ല, അപ്പൊ മേഴ്സിക്ക് പറഞ്ഞ നൊസ്റ്റാൾജിയ ഒന്നും ഇല്ലേ? ഞാൻ വന്നിട്ട് 2 months ആയില്ലേ, അപ്പൊ എന്റെ നൊസ്റ്റാൾജി ഒക്കെ തീർന്നു. ഈ യെസ്റ്റർഡേയിൽ വന്നത് അതിന്റെ കുന്തലിപ്പ. ആ, അതല്ലേ ശരിയാ. നാട്ടിൽ നിന്ന് അമേരിക്കക്ക് പ്ലെയിൻ കയറിയ പിന്നെ ആർക്കും നാടൻ സാധനം ഒന്നും വേണ്ട. എന്നാ 10 ദിവസം ലീവിന് നാട്ടിൽ വന്നാലോ പിന്നെ നാടൻ ഫുഡ് ഉണ്ടാക്കുന്നു, ചട്ടയും കൊണ്ടുവിടുന്നു, ജുബയിടുന്നു, വാഴയില വെട്ടി വിരിച്ച് അതിൽ കിടന്നു ഇരുന്നു. എന്നതൊക്കെ കാണണമല്ല കർത്താവേ. ആക്ച്വലി ഇത്തവണയും കുറച്ച് പ്ലാൻ ഉണ്ട് ഞങ്ങൾക്ക്. എപ്പോഴും ഒരുപോലെ തന്നെയല്ലേ? ഒന്നെങ്കിൽ ഒരു പാട് അല്ലെങ്കിൽ മെട്രോ. അതൊക്കെ പണ്ട്. ഇപ്പൊ നാട്ടിലേക്ക് വരുന്ന പ്രവാസി ആദ്യം ആഗ്രഹിക്കുന്നത് വന്ദേ ഭാരതിലൊരു യാത്ര. ആ ശരിയാണേ, എന്നാ സ്പീഡല്ലേ? ഐ തിങ്ക് സ്പീഡ് വെച്ച് നോക്കുവാണെങ്കിൽ അതിന് വന്ദേ ഭാരത് എന്നല്ല പേര് വേണ്ടത്. അതല്ലേ മനസ്സിലൊക്കെ അങ്ങനെ പറഞ്ഞേ? അച്ഛോ, 10 ദിവസത്തെ അവധിക്ക് വന്നിട്ട് കേരളത്തിൽ 14 ജില്ലയിൽ കവർ ചെയ്ത് ലോകത്തുള്ള മലയാളികളെ എല്ലാം കണ്ടുമടങ്ങുന്ന മാവേലിക്കല്ലേ ഏറ്റവും കൂടിയ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് വെച്ച് നോക്കുമ്പോ ശരിക്കും വന്ദേ ഭാരതിന് മാവേലി എക്സ്പ്രസ് എന്നാ പേര് വേണ്ടത്. ആ, പിന്നെ ചോദിക്കട്ടെ, അമേരിക്കയിൽ എന്തൊക്കെയുണ്ട്? സായിപ്പും മദാമയും പിന്നെ ഞങ്ങളും. അതല്ല ചോദിക്കട്ടെ, ഇപ്പൊ അമേരിക്കയിൽ എന്തുണ്ടെന്ന്? ഇപ്പൊ അവിടെ എന്തുണ്ടെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? ഞങ്ങൾ ഇവിടെ നിൽക്കല്ലോ. എന്താച്ചോ, അച്ഛനു വേണ്ടി പ്രത്യേകം കൊണ്ടുവന്ന സ്വീറ്റ്സാ. മേഴ്സിക്ക് അധികം മധുരം പറ്റത്തില്ല, ഡയബറ്റിക്കാം. ഇതൊന്നും പറ്റത്തില്ല. ഞാനിവിടെ മുസ്ലിം അച്ഛൻ കഴിച്ചാൽ പറ്റും. എങ്ങനെയുണ്ട് അച്ഛൻ? സൂപ്പർ. ആ, സ്നഗ്ഗിന് മേടിച്ചതാ. അമേരിക്കയിലേക്ക് താമസിച്ചിട്ട് നിങ്ങൾക്കൊരു പ്ലേറ്റിനകത്ത് മേടിക്കൂടാലോ? അയ്യോ, അതല്ല ചോ, ഈ ഓൺലൈൻ ബുക്കിംഗ് മേടിക്കൂലേ? അത് സ്നാഗി അല്ല ചോദിക്കുട്ടി, സ്വിഗ്ഗി. അപ്പൊ ഇവിടെ ചമ്മി. അച്ഛോ, സംഗീതം എന്ന് പറഞ്ഞ മേഴ്സിക്ക് ജീവനാണ്. ആണോ? മേഴ്സിക്ക് സംഗീതത്തെ കുറിച്ച് എന്തൊക്കെ അറിയാം? പാട്ട് പാടി വർത്താനം പറയും ചെയ്തെടുക്കും. ആര്? സംഗീതത്തിൽ അത്ത. അയ്യോ, അതല്ല, സംഗീതം പഠിച്ചിട്ടുണ്ടോ? പിന്നെ ബാലങ്കനായിട്ട് എടുത്തിട്ടാ പഠിച്ചത്. ബാലകനെ പാട്ട് പഠിപ്പിക്കൂ. എന്റെ പൊന്നച്ഛ ഹാർമോണിയം വെച്ച് ഇങ്ങനെ പഠിപ്പിക്കൂലേ? ഹാർമോണിയം വെച്ച് പാട്ട് പഠിപ്പിക്കുന്നത് ബാലകനാറല്ല, പിന്നെ ഭാഗവത. അപ്പൊ പിന്നെയും ചമ്മി. പിന്നെ ചോ, മേഴ്സിക്ക് മാത്രമല്ല എനിക്കും സംഗീതത്തിലും ടേസ്റ്റ് ഉണ്ട്. ആണോ? പിന്നെ അതുകൊണ്ടല്ലേ ഇന്നത്തെ ഞാനിവിടെ ഓപ്പണിംഗ് സോങ് ഞാൻ പാടുന്നത്. അച്ഛൻ വന്നത് കേട്ടു നോക്ക്. പറയാനൊന്ന് പാടി കേൾപ്പിക്ക് ചോദിച്ചാ. ഇളയ കന്യകെ പോവുക നീ ഈ അനന്തമാം ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ തുടിപ്പുനിങ്ങളിൽ നാട്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ. സോറി, ഇളയ കന്യകെ പോവുക നീ. ജോലിക്കുട്ടിക്ക് പാട്ടിനെ കുറിച്ചൊക്കെ അപാരം ഞാനല്ലയോ? താങ്ക്സ് അച്ഛാ. അച്ഛോ, അച്ഛൻ ഇങ്ങനെ തരം താഴല്ലേ? എന്തിനാ ഇതുപോലുള്ള പാട്ടിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്? എടോ, പെരുന്നാൾ കംപ്ലീറ്റ് ആണ് ഞാൻ കാശ് കൊടുക്കുന്നത്. പ്രോത്സാഹിപ്പിച്ച ചിലപ്പോ അമേരിക്കക്ക് കൊണ്ടുപോയാലോ? ആ, കോഴിക്കുട്ടി കലക്കി കിടുക്കി. What a surprise. അയ്യോ, ഇതാരും രാജിയോ? താങ്ക്സ് നിങ്ങളെ. പേര് കിട്ടി, രാജി. ഇനി നമ്മളൊന്നും ഒരു വിഷയമില്ല. രാജു, ഇത് വെട്ട് വിട്ടോ? കെട്ട് വിട്ടോന്നോ? നാടൻ പാട്ടിൽ ഡാൻസും ചെയ്ത് 22 പ്രാവശ്യം വള്ളിക്ക് പ്രദർശനം വെച്ച് എന്റെ കെട്ട് വിടുകയല്ല, കെട്ട് പൊട്ടാഞ്ഞത് ഭാഗ്യം കപ്പിപ്പേര്. കപ്പേര്? അല്ല, കപ്പേര്. എടോ, എത്ര കാലമായി കണ്ടിട്ട്. 2 കാലിലേ ഉള്ളൂ, അതേ കൂടുതൽ കാണുന്നുണ്ടോ? നീ എന്തൊരു പാടത്ത് പണിക്ക് പോകുന്നുണ്ടോ? ഇല്ല, അതെന്തൊക്കെയാ അങ്ങനെ ചോദിച്ചേ? ഇഷ്ടംപോലെ ചെടി വാരി എറിയുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ചോദിച്ചാ ഇതെന്റെ ഫ്രണ്ടാ രാജി. ഞങ്ങൾ കുറെ വർഷം കൂടി കാണുന്നതാ. നീ എന്നിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്? നമ്മൾ നടത്തുന്ന പെരുന്നാളല്ലേ? നീ അവരെ കൊണ്ടുപോയി എല്ലാം ഒന്ന് കാണിച്ചു കൊടുത്താൽ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോഴാ ഒരു സമാധാനം. ഞാൻ എവിടെ പോയാലും മുട്ടയെന്ന് നടന്നോളൂ. അവൾ വരുന്നതിന് മുമ്പ് ഒന്ന് പൊളിക്കണം. അച്ഛാ, ഫുഡിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? വിഷം കൊണ്ട് തിന്നുക, ഇല്ല കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുക. അതല്ല, അത് എവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നെന്ന്. ഒരു മിനിറ്റ്, പ്രസിഡന്റിനോട് ചോദിക്കാൻ അറിയത്തുള്ളൂ. ചോദിച്ചോ? ആ ചോദിച്ചോ. ഇത് നമ്മുടെ നാടകത്തിന് നടിയാ. അവർക്കുള്ള ഭക്ഷണമൊക്കെ എവിടെയാ വെച്ചിരിക്കുന്നത്? അയ്യോ, അതൊക്കെ സെറ്റാ. ചോദിച്ചാ ചോദിച്ചാ ചോ. അച്ഛാ, വാച്ചാ, നടന്നു തുടങ്ങി.
പക്ഷെ ഇപ്പോഴും ഞാൻ ചോദിച്ച പോലെ കാത്തിരിക്കുക. ഈശ്വരാ. കുട്ടികൾ 5 ആൺകുട്ടികൾ. കൊള്ളാം. ലോകം കാത്തിരിപ്പ്. അയ്യോ, ആരാണ് വന്ന് ഓടിക്കാമോ? അയ്യോ, മാസി പോവല്ലേ? അല്ലേ, പുറകിലോട്ട് വാ. അല്ല നീ എങ്ങോട്ടാ കൊണ്ട് വെച്ച്? അല്ല, ഞാൻ എന്റെ ആനേനെ പള്ളിയുടെ പുറവശത്തേക്ക് ഒന്ന് മാറ്റി കെട്ടിയിട്ട് വരാം. അല്ല ജോയിക്കുട്ടി, ഇവിടുത്തെ പോലെ അമേരിക്കയിൽ പെരുന്നാൾ നടത്തുമെന്ന് പറഞ്ഞാണല്ലോ. ഉവ്വ. അല്ല അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ? അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഇതൊക്കെ കഴിഞ്ഞ അച്ഛനെ കപ്പലിൽ ഞങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോയല്ലേ? അവിടെ ചെന്നച്ഛൻ വെറും പള്ളിയിലച്ഛനല്ല, പിന്നെ ഫാദറാ. അതല്ല. അവിടെ കംപ്ലീറ്റ് ഇംഗ്ലീഷാ. അല്ല കുട്ടി, അമേരിക്ക വന്ന എന്റെ പണി എങ്ങനെ? ഇവിടെ ഇപ്പൊ കപ്പേരെന്ത് ചെയ്യണേ? പണിയണി അവിടെ വെറും മണിയടിയല്ല, വെള്ളൈക്കനാ. പിന്നെ എന്ന് രാവിലെ പള്ളിയുടെ അവം മുട്ടും ചൂട് കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യും. ഇല്ലേ ഇടവകയിലുള്ളവരെ ചില മോശം കമന്റ് പറയും. ആ ജോയിക്കുട്ടി, സാധാരണ പ്രസിഡന്റുമാര് ചെറുതായിട്ട് പെരുന്നാൾ നടത്തി അങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷെ ജോയിക്കുട്ടി അങ്ങനല്ല. എന്തെല്ലാം കാര്യങ്ങൾ ഇടവയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. മുഴുവൻ സ്വർണം പൂശി പള്ളിയുടെ അകവും പുറവും കംപ്ലീറ്റ് മാർബിളാക്കി പള്ളി സെൻട്രലൈസ് ബേസിയാക്കി. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ജോയിക്കുട്ടിയുടെ മനസ്സൊരു വലിയ മനസ്സാ കേട്ടോ. വെറുതെ അല്ല ചോ, ഇത് ന്യൂസ് ആകുമ്പോ ഞാൻ വൈറലാകും. അങ്ങനെ വൈറലായാലേ അമേരിക്കയിൽ കൊണ്ടുവന്ന് ഈ പെരുന്നാൾ നടത്താൻ പറ്റും. അയ്യോ അച്ഛാ, സമയമായി. പ്രതിഷ്ഠ വേണ്ടേ? എടുക്കേണ്ടത് നീ കൊടുക്കാൻ വരണ്ടോ? അയ്യോ കപ്പേരെ ഞാനത് മറന്നുപോയി. പെട്ടെന്ന് കാര്യം നടക്കട്ടെ. അയ്യോ പെരുന്നാൾ പോയേ, എന്റെ കാശ് പോയേ. അച്ഛോ, ആന വരട്ടെ പറഞ്ഞിട്ട് ആനയ്ക്കൊരു കുഴപ്പമില്ലല്ലോ. ആനയോട് മര്യാദയിലിരിക്കുന്നേ. അത് ഞാനാ കണ്ടത്, ആരാ പറഞ്ഞേ? നീ എന്താ പറഞ്ഞേ? അയ്യോ, അത് ആന വരണ്ടോന്നല്ല പറഞ്ഞത്. പ്രദക്ഷിണത്തിന് ആനയും കൂടി വരണ്ടേ എന്നാണ് ചോദിച്ചത്. ഇക്കൊല്ലത്തെ പെരുന്നാൾ അടിപൊളിയാവുമെന്ന് അച്ഛൻ പറഞ്ഞപ്പോ ഇതുപോലെ പൊളിയുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല.